അതവിടെ ഈ നവകേരള സദസ്സുണ്ടല്ലോ, അത് ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു ബഹളം ഉണ്ടാക്കിയാണ്. പുതിയ പുതിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു കോടിയിലധികം രൂപയുടെ ഒരു ബസ് വാങ്ങുന്നു. അതിനകത്ത് മുഖ്യമന്ത്രിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ലിഫ്റ്റ് സംഘടിപ്പിക്കുന്നു. അത് ഇങ്ങനെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ മതിലൊക്കെ ഇടിച്ചു മാറ്റിയിട്ട് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊരു ജനകീയ പരിപാടിയാണ്, വൻഗമാണ് ഇത്. ഇന്ത്യക്ക് കേരളം സംഭാവന ചെയ്യുന്ന ഒരു പുതിയ ജനകീയ പരിപാടിയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇതാ മന്ത്രിസഭ ഇറങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു കൊട്ടിഘോഷിച്ചതാണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നലെ ഈ പാർട്ടിയുടെ സംസ്ഥാന, അതായത് CPM സംസ്ഥാന സമിതി കൂടിയപ്പോൾ ആ നവകേരള സദസ്സിനെ പരിപൂർണമായിട്ടും തള്ളിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച തിരുത്തൽ രേഖയിൽ അത് കൃത്യമായി പറയുന്നു. നവകേരള സദസ്സ് ഗുണം ചെയ്തില്ല, അത് അനാവശ്യമായിരുന്നു. അപ്പൊ അന്ന് നമ്മളെ പോലുള്ള മാധ്യമങ്ങൾ ഇത് വ്യക്തമായിട്ട് പറയുന്നത് അനാവശ്യമാണ്, ജനവിരുദ്ധമാണ്, ഇത് ധൂർത്താണ്, ഇത് മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങേറ്റം ഒരു അടി ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇതിനിടയ്ക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഈ ഒരു ചർച്ച നടക്കുമ്പോൾ ഇപ്പൊ സംസ്ഥാന സമിതി എങ്ങനെയാണ് ഇപ്പോ അത് തിരിച്ചറിഞ്ഞിട്ട്, സംസ്ഥാന സെക്രട്ടറി അന്ന് ഭയങ്കരമായിട്ട് അതിനെ പുകഴ്ത്തി പറഞ്ഞ ആളാണ്, ഇന്ന് അയാൾ അത് തിരുത്തൽ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരള സദസ്സ് മാത്രമല്ല, മറ്റൊരുപാട് ഘടകങ്ങൾ തോൽവിക്ക് വഴിവെച്ചു എന്ന് ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയിൽ വ്യാപകമായ വിമർശനം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മുമ്പില്ലാത്ത വിധം പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ വരികയാണ്. പണ്ട് അങ്ങനെ അത്രയില്ല, മടിയാണ്, ഭയമുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചു. കാരണം ഈ പാർട്ടി ഇല്ലാതായി പോകുമെന്നുള്ള തോന്നൽ എങ്ങനെയോ വന്നു. ഈ നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ ഇപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർക്കൊരു യാത്ര നടത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് യാത്ര നടത്താം, കേരള മാർച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്, BJP അങ്ങനെ മറ്റ് കേരള കോൺഗ്രസിന് നടത്താം, അവർക്കെല്ലാം നടത്താം. പക്ഷേ CPM സംബന്ധിച്ച് അല്ലെങ്കിൽ CPI സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഭാഗമായി ഇരിക്കുന്നിടത്തോളം അവർക്ക് അങ്ങനെ ഒരു യാത്ര നടത്താൻ പറ്റാത്തതുകൊണ്ട് നവകേരള സദസ്സ് എന്നുള്ള രീതിയിൽ ഒരു ആശയമായിട്ട് വരുന്നു. അത് എല്ലാവർക്കും ഒരുമിച്ച് പോകാം, അങ്ങനെ ബസ് വാങ്ങിക്കുന്നു. അവിടെ മുതലേ വിവാദങ്ങളും തുടങ്ങി. ബസ് വരുന്നു, വിവാദങ്ങൾ തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മന്ത്രിമാരെല്ലാം ഒരുമിച്ച് വരുന്നു. യഥാർത്ഥത്തിൽ അതൊരു കൗതുകകരമായ ഒരു കാഴ്ചയാണ്. അത്രയും മന്ത്രിസഭ മുഴുവൻ വരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഉദ്ദേശിച്ച ഫലം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളതാണ് ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. കാരണം അത് ഇപ്പം മുതൽ തുടങ്ങിയ അടിയാണ്. അതുണ്ടാക്കിയ അല്ലെങ്കിൽ നവകേരള സദസ്സിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം വാർത്താ പ്രാധാന്യം പലപ്പോഴും പൂച്ചട്ടി കൊണ്ടുള്ള അടിക്കും രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ ആയിപ്പോയി. അപ്പൊ അത് ഇദ്ദേഹം മുഖ്യമന്ത്രി വന്ന് എന്താണോ പറയുന്നത് എന്നുള്ളത് വാർത്തയിൽ വരാതിരിക്കുകയും അതിനപ്പുറം ഇദ്ദേഹം വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അക്രമങ്ങൾ, ഈ ഏറ്റവും മൈലേജ് ആ പരിപാടി കൊണ്ട് കിട്ടിയത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും. അതിനപ്പുറം പക്ഷേ ഇവർ ഉദ്ദേശിച്ചത് ഇതിനെ LDF സംവിധാനത്തിനെ മുഴുവൻ ഈ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് സജീവമാക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ആ അർത്ഥത്തിൽ അത് വലിയ വിജയമായിരുന്നു. കാരണം LDFന്റെ എല്ലാ സംവിധാനവും അവിടെ ആ പരിപാടിയുടെ വിജയത്തിനായി അണിചേരുകയൊക്കെ ചെയ്തു. പക്ഷെ അത് വോട്ടായി മാറിയോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാനാണ് നമ്മൾ ഈ നവകേരള സദസ്സ് നടത്തിയത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് പറയാൻ ഏറ്റിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നില്ല എന്ന് പറയാം. അപ്പൊ അതിന് വിമർശനം വന്നു. അത് പറയാൻ വേണ്ടിയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചാൽ പോരെ? ഈ എല്ലായിടത്തും പോയി അത് പറയണ്ടല്ലോ. സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കാനാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തു. അപ്പൊ സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പോസിറ്റീവായിട്ടാണ് അത് ചെയ്തതെങ്കിലും നെഗറ്റീവായിട്ട് അത് അവസാനിക്കുമ്പോൾ വലിയ തോതിൽ ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നം ഈ പോകുന്ന വഴിക്കെല്ലാം അടിയാണ്. നമ്മൾ ഈ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ മമ്മൂട്ടിയുടെ മൊത്തം അടിയാണ്, തുടക്കം മുതൽ അവസാനം വരെ അടി എന്ന് പറയുന്ന അടിമയമാണ്. അപ്പൊ പുതിയ ഈ അടിക്കൊക്കെ പുതിയ വ്യാഖ്യാനം വരികയാണ്, ഇത് ജീവൻ രക്ഷാപ്രവർത്തനമാണ്, അല്ലെങ്കിൽ മറ്റേ ഗൺമാൻ ഇറങ്ങി വന്ന് അടിക്കുന്നു. ഇങ്ങനെ അടിയുടെ പൂരം എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഈ നവകേരള സദസ്സ് കൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ പല മതിലുകൾ പൊളിക്കുന്നു, സ്കൂളുകളിലെ മതിലുകൾ പൊളിക്കുന്നു, പല വോയിസുകൾ നമ്മൾ കേൾക്കുകയാണ്. ഡ്രൈവറെ വിളിച്ചു പറയുന്നു നിങ്ങൾ നാളത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പറ്റത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് അവസാനിച്ചപ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ജോൺ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് തിങ്കിങ് കൂടിയോടെ ആണ് നടത്തിയ, അങ്ങനെയല്ല വന്നതെന്നാണ്. പക്ഷെ എന്റെ വിലയിരുത്തൽ അവർ പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നടത്തിയതല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഏത് കാര്യവും ഒരു പദ്ധതി ആ ഗവൺമെന്റ് ഇട്ടിരുന്ന, അതായത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇടുന്ന ഏത് പദ്ധതിയും
കൃത്യമായിട്ടും ഉദ്ദേശശുദ്ധി വളരെ മോശമായ ഉദ്ദേശശുദ്ധിയാണ്. കൃത്യമായ ഉദ്ദേശശുദ്ധിയല്ല. ഇപ്പൊ ജോൺ പറഞ്ഞതുപോലെ പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മന്ത്രിസഭയ്ക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ഒരു പോസിറ്റീവ്നെസ് ഉണ്ടല്ലോ, അതാണ്. പക്ഷെ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ല അവരുടെ പ്രധാനം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഉദ്ദേശശുദ്ധി ശരിയല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആവും എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. അതാണ് അവിടെ സംഭവിച്ചത്. കാരണം ഇത് സഹാക്കൾക്ക് ആവശ്യം പോലെ പണം പിരിച്ച് പുട്ടടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതാണ്. അല്ലാതെ എൻ്റെ വിലയിരുത്തൽ അല്ലാതെ ഇവർക്കൊരു പോസിറ്റീവ്നെസ് കൊണ്ടുവന്ന് മന്ത്രിസഭ ജനങ്ങളുടെ ഇറങ്ങി ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നു, പരാതി കേൾക്കുന്നു, അങ്ങനെ ജനങ്ങളുടെ ഒരു പുതിയ ഒരു 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 വികസന കാഴ്ചപ്പാടും ഒരു പുതിയ ജനകീയ സമീപന കാഴ്ചപ്പാടുമാണ് എന്ന് തോന്നില്ല. ആവശ്യമല്ല, ഒരു ഓഡിറ്റും ഇല്ല ഈ പണം പിരിപ്പിന്. ഈ നവകേരള സദസ് എന്ന് പറഞ്ഞ സർക്കാരിനെ കൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഒക്കെ പണം പിരിപ്പിക്കുകയാണ്, പാർട്ടിക്കാരെ കൊണ്ട് ഒക്കെ പണം പിരിപ്പിക്കുകയാണ്. അപ്പോൾ പണം പിരിപ്പിച്ചിട്ട് ഈ പണം എടുത്തിട്ട് അതാത് പ്രദേശത്തെ സഹാക്കൾക്ക് കുറച്ചു കാലത്തേക്ക് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റിവെക്കാനും അവരുടെ സ്വന്തം ആവശ്യത്തിനും ഒരു പണം പിരിപ്പ് പിന്നെ യന്ത്രമായിട്ടാണ് പ്രധാനമായിട്ടും പാർട്ടി കണ്ടത്. പിണറായി വിജയനും ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഉപദേശകന്മാർ പലരും അങ്ങനെ ഇത് ഒരു നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം ഈ നവകേരള സദസ് യഥാർത്ഥത്തിൽ പണം പിരിച്ച് പുട്ടടി എന്നുള്ളതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. പക്ഷെ ഇത് കാശ് പിരിച്ചിട്ടുണ്ട്, പരിപാടിക്ക് കാശ് പിരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പാർട്ടിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, അഡീഷണൽ ഇനി കാശിന്റെ കാര്യം പാർട്ടിയുടെ ഉള്ള കയ്യിൽ കാശ് വേണമല്ലോ, ഇഷ്ടം പോലെ കാശ്. ഇത് ഈ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നിറഞ്ഞത് ഇത് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ്. LDFനെ മൊത്തത്തിൽ ഉണർത്തുക, ആ സംവിധാനം മുഴുവൻ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതെ, ആ ഉദ്ദേശത്തിൽ എത്താൻ പറ്റിയില്ല. ഒരുപക്ഷെ ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടിരുന്നെങ്കിൽ, അവർക്ക് അത്രയും പ്രാധാന്യം കൊടുക്കാതിരുന്നെങ്കിൽ ഇത് ആളുകൾ ഏറ്റെടുത്തേനെ. പക്ഷെ നടക്കുന്നിടത്തെല്ലാം അത്യാവശ്യം ജനക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം വന്നിട്ട് ജനക്കൂട്ടം മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ല. നമ്മൾ പല വീഡിയോകളും കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഒരിടത്തും ആരും കേട്ടില്ല. മുഖ്യമന്ത്രി എന്തൊക്കെയോ കേന്ദ്രത്തിനെതിരായിട്ടും വികസന പ്രവർത്തനം പറഞ്ഞു. ആൾക്കാർ അവിടെ നിന്ന് ഐസ്ക്രീം കുടിക്കുന്നു, കപ്പലുണ്ടിരുന്നു, കാര്യം പറയുന്നു, ഇറങ്ങിപ്പോകുന്നു. ഒരാൾ പോലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ല. കാരണം ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനെ മാറ്റിയെടുക്കുക എന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ അത് നടന്നില്ല. കാരണം ഈ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു. കുറെ DYFI ഗൂണ്ടകളെ ഇറക്കിയിട്ട് അങ്ങറ്റ ഇങ്ങറ്റ ഒരു വണ്ടിയിൽ ഗൂണ്ടകളെയും കൊണ്ട് നടന്നിട്ട് ഒരു സദസ്സ് ഒരു പിന്നെ ജനകീയ സദസ്സ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനത്തിന് മനസ്സിലാവില്ലേ? അതാണ് ജനങ്ങൾ കണ്ടത്. അവിടെയാണ് അതിന് പ്രശ്നം. അടിക്ക് തിരിച്ചടി എന്നുള്ളതായിരുന്നു നയം. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടായത് ഈ KSUക്കാരും യൂത്ത് കോൺഗ്രസും അവര് അതുവരെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇല്ലാതെ കിടന്നു. പെട്ടെന്ന് അവർ തലകുടഞ്ഞ് എഴുന്നേക്കുന്നു. യൂത്ത് കോൺഗ്രസ് പഴയതുപോലെ സജീവമാകുന്നു. KSUക്കാർ രംഗത്ത് വരുന്നു. അങ്ങനെ കുറെ നേതാക്കന്മാര് കോൺഗ്രസിൽ ഉയർന്നു വരാൻ തുടങ്ങി. അതാണ് അവർക്കുണ്ടായ ഒരു മെച്ചം. പിന്നെ ഇപ്പൊ ഈ ചർച്ച നടക്കുമ്പോഴും ഞാൻ അതുകൂടെ ഒന്ന് പറയാം. ഇപ്പം ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞില്ല, മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്തൊരു യോഗമുണ്ട്. ആ യോഗത്തിൽ നവോത്ഥാന സമിതിയുടെ പിന്നെ ജനറൽ സെക്രട്ടറിയായ ഒരു പി രാമഭദ്രൻ അദ്ദേഹം കൂടി ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും കൂടെ ഇരുത്തിക്കൊണ്ട്, മുഖ്യമന്ത്രിയായിരുന്നു ആ അനുസ്മരണ ഒരു അനുസ്മരണ ദേവദാസിന്റെ ഇതായിരുന്നു. അപ്പൊ ഉദ്ഘാടനത്തിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആണ് ഈ രാംദാസ് പറഞ്ഞത്, മുഖ്യമന്ത്രിക്കെതിരെ അനാവശ്യമായിട്ട് പലതും പറയുന്നു, അദ്ദേഹം കുഴപ്പക്കാരനായിരുന്നു, അദ്ദേഹമാണ് ഈ പരാജയത്തിന് കാരണം. അതല്ല, അത് മുഖ്യമന്ത്രിയെ വീണ്ടും അദ്ദേഹത്തിനെ നിർത്തിക്കൊണ്ട് തന്നെ അടുത്ത ഗവൺമെന്റ് കൊണ്ടുവരണം, അടുത്ത ഗവൺമെന്റ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഒരു പൊതുസഭ ഒരു അനുസ്മരണ സഭയായതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാനുണ്ട്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച്. അപ്പൊ ആ ഒരു വരികൾക്കിടയിൽ, അതായത് എനിക്ക് കൂടുതൽ പറയാനുണ്ട് എന്നാൽ ഞാൻ കൂടുതൽ പറയുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദേവദാസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ഈ പറഞ്ഞ ഈ വരികൾക്കിടയിൽ അദ്ദേഹത്തിന് എല്ലാം കൊണ്ട് പറയാൻ, അത് സംസ്ഥാന സമിതിയിലും അതായിരിക്കും ഇനി പറയാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംസ്ഥാന സമിതിയിൽ ഇനി അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ തോൽവി, ഇത് നമുക്ക് ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. അതായത് പൊതുജനം എന്താണോ പണ്ട് അങ്ങനെയല്ല, പൊതുജനം മനസ്സിലാക്കിയതിന് വിരുദ്ധമായിട്ട് പലപ്പോഴും പാർട്ടി ഒരു നിഗമനത്തിലെത്തുക, നിലപാടെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. കൃത്യമായിട്ട് ഇപ്പോൾ ഈഴവ വോട്ടുകൾ കിട്ടാതെ പോയി, ഹിന്ദു വോട്ടുകളിൽ ഒരു വിഭാഗം പോയി, ന്യൂനപക്ഷ പ്രീണനം കുഴപ്പം ചെയ്തു തുടങ്ങി എന്തൊക്കെയാണ് പൊതുജനം ഈ
CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറയാനും ഇത്രയും വലിയ തോൽവി സംഭവിക്കാനും കാരണമായതെന്ന് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം പാർട്ടിയും കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. ആ മനസ്സിലാക്കിയിട്ട് പാർട്ടി അത് തിരുത്തിയേ പറ്റൂ എന്നുള്ളത് കർശനമായി ആ നിലപാടിലേക്ക് പാർട്ടി പോകുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ആ വ്യക്തി പറയുന്നത് മുഴുവൻ ഞങ്ങൾ കേൾക്കുന്ന നിലപാടിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, BJP ഇവിടെ വളരുകയാണ്, ആ വളർച്ച ഗൗരവതരമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട്, അതുപോലെ ജാവദേക്കറെ കണ്ടത് കുഴപ്പം ചെയ്തു, ഇങ്ങനെയൊക്കെ പറയുന്ന നമുക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി സംസ്ഥാന കമ്മിറ്റിയിൽ ആ റിപ്പോർട്ട് വയ്ക്കുന്നു, അവതരിപ്പിക്കുന്നു, അത് തിരുത്തണം എന്ന് തീരുമാനിക്കുന്നു. തിരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ശരിയായി. കാരണം ഇത് കേരളത്തിൽ മാത്രം നിലനിൽക്കണമെങ്കിൽ, ഇവിടെ ഉണ്ടാകണമെങ്കിൽ KCP ആയിട്ടാണെങ്കിലും കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടെങ്കിലും നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇടതുപക്ഷം നിലനിൽക്കണമെങ്കിൽ ആ തിരുത്തലുകൾ അവിടെ ഈ തിരുത്തലിന്റെ ഞാൻ വീണ്ടും കാണുന്ന ഇവിടെ തിരുത്തലിന്റെ അവിടെ അവര് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ തവണകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ആണ് ഇപ്പോ തിരുത്താൻ പോകുന്നത്. ഒരു പ്രവൃത്തി മാത്രമല്ല, എല്ലാ പ്രവൃത്തികളെയും, അതായത് പ്രശ്നം കൊടുക്കാതിരുന്നത്, കേരള സദസ്സ് നടത്തിയത്, നവകേരള സദസ്സ് നടത്തിയത്, കേരളീയം നടത്തിയത്, അങ്ങനെ തുടങ്ങി മുഖ്യമന്ത്രിയുടെ 40 വാഹനങ്ങളുടെ ഓട്ടം, പിന്നെ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ദൂഷ്യം, ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ 5-8 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളെ മുഴുവനും ജനങ്ങൾ എതിർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനാണ് തിരുത്താൻ പോകുന്നത്. 1-2 പ്രവൃത്തിയെ തിരുത്തുകയാണെങ്കിൽ അവർക്ക് തിരുത്താൻ പറ്റും. പക്ഷെ മൊത്തം പ്രവൃത്തിയും ഞാൻ ഇത്രയും 8 വർഷമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ പ്രവൃത്തികളെയും മൊത്തം തിരുത്തുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. അതിനകത്ത് പകുതിയിലേറെയൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം. കാരണം CPM പോലൊരു പാർട്ടിക്ക് അത് തിരുത്തുക എന്ന് പറയുന്നത് അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരാള് ശക്തനായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നമ്മൾ ഏറ്റുമുട്ടാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റണമെന്നില്ല. മനസ്സുകൊണ്ട് ആഗ്രഹം കാണും. പക്ഷെ അദ്ദേഹത്തിന് ഒരു വീഴ്ച തുടങ്ങുന്ന സമയത്ത് അടിക്കാൻ കിട്ടുന്ന വടി വെച്ച് അടിക്കും എന്നുള്ളതാണ് ചരിത്രത്തിൽ. അത് എത്ര വലിയ നേതാക്കന്മാരായാലും അവരെയൊക്കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരുടെ കഥകൾ നോക്കുമ്പോൾ നമുക്കറിയാം. സ്റ്റാലിൻ, മാവോ, ഇങ്ങനെ തുടങ്ങി ആരുടെ കഥകൾ നോക്കിയാലും അങ്ങനെയാണ്. അവരിയ്ക്കുമ്പോൾ അവർ വലുതായിട്ടൊന്നും പറയില്ല. പക്ഷെ അവർക്ക് ഒരു അല്പം വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ അവരെ എടുത്ത് ഉടുക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശൈലി. എന്തായാലും നമുക്ക് ഈ തിരുത്തലുകൾ എത്രമാത്രം ഫലം ചെയ്യുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.